ആയിരുന്നു എല്ലാം കെട്ടി. I became late. Why? Because actually due to the phone number this thing problem, and so KYC I have to I filled one KYC in my mother's name actually, and that Rajamma's phone number actually given for OTP it seems. I don't know how come this Rajamma's number is there for OTP. Who is she to give her number as my mother's this OTP? You just imagine this bastard. Who is she actually? നീ ഇവൾ ആരാന്നറിയത്തില്ല. രാജമ്മ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കയറി ഞാലുന്ന നീ എന്തുവാടി OTP ഒക്കെ കണ്ടവർ എന്തുവാ. എൻ്റെ അമ്മ ജോലി നോക്കിയത് അതിൻ്റെ പെൻഷൻ വാങ്ങിക്കുന്നതിൻ്റെ അവിടുത്തെ നമ്പർ ഇവളുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇവളാരാ ഇങ്ങനെയൊക്കെ കള്ളത്തരത്തിന്? ഇവൾ ഒത്തിരി കള്ളിയാണ്. ഇവൾ ഭയങ്കര കള്ളിയാണ്. നമ്മുടെ കള്ളത്തരത്തിന് വേണ്ടിയിട്ടാണ് ഇവൾ എൻ്റെ വീട്ടിൽ വന്ന് നിന്നത്. നമ്പർ 1 കള്ളിയാണ് ഇവൾ. ഞാൻ പറഞ്ഞില്ല, 10 മാസം കൊണ്ടൊരുത്തനെ കല്യാണം കഴിച്ച് കൊന്നേച്ച് കൊച്ചിനെയും കൊന്നേച്ച് നടക്കുന്നവളാണ് ഇവൾ. 2 കെട്ടിയെല്ലാം കൊന്നേച്ച് ഇങ്ങനെ നടക്കുക. എൻ്റെ വീട്ടിൽ കയറിയതാണ്. പിന്നെ സുബ്രഹ്മണ്യനുമായിട്ടൊക്കെ ഭയങ്കര കയ്യായിരുന്നു സുബ്രഹ്മണ്യനുമൊക്കെ ആയിട്ട്. ഇതൊക്കെ എന്തുവാ ഇത്ര രോഗമെന്നറിയത്തില്ല നമുക്ക്. ഇപ്പോൾ ആരാന്നറിയത്തില്ല ഇങ്ങനെ OTP ഒക്കെ കൊടുക്കാൻ. എൻ്റെ അമ്മയ്ക്ക് ഫോൺ നമ്പർ ഇല്ലാത്ത പോലെ നീ ആരാ OTP കൊടുക്കാൻ? അല്ലെങ്കിൽ മക്കളില്ലാത്തതുപോലെ ഇവൾ കയറി ഞാലാന്നിട്ട് എന്തൊക്കെയോ കള്ളിയാണ് ഇവൾ. ഇൻഷുറൻസ് കള്ളി നടക്കുകയാണ്. ഇവളെല്ലാവരെയും ഗാർഡിയനോ എന്തൊക്കെയോ രക്ഷകർത്താവാകാൻ നടക്കുക. ഇവൾ അടിച്ച് ഒതുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പറഞ്ഞില്ലേ വലിയത്തെ കുറേ കേടികളുണ്ട്. ഇവന്മാരെല്ലാവരുടെയും എന്തുവാ രക്ഷകർത്താവാൻ നടക്കുന്നത്. കുറേ രക്ഷകർത്താക്കളാവാൻ ഇതുപോലെ നടക്കുക. നമ്മുടെയൊക്കെ ഇതിനാണ് കുറേ എന്തുവാ സംബന്ധക്കഥകളൊക്കെ ഉണ്ടാക്കുന്നത്. വടക്കേലെ കുട്ടൻ എന്ന് പറയുന്നതിനൊക്കെ അതിനാണ് നമ്മുടെ സംബന്ധക്കഥ ഉണ്ടാക്കുന്നത്. ഇവൻ്റെ മോന് നമ്മളെക്കുറിച്ച് സംബന്ധക്കഥ ഉണ്ടാക്കി അങ്ങ് നടക്കുക. കള്ളത്തരവും കമ്മട്ടമായിട്ട് നടക്കുക മുതുകള്ളികൾ. നമ്മളവിടെ ചെന്നതുകൊണ്ടല്ലേ ഇപ്പോൾ OTPയുടെ ഇവിടെ വിളിച്ചിട്ട് ഇവിടെ നമ്പർ സ്വിച്ച് ഓഫ് ആയിപ്പം. കള്ളിയെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എങ്ങാണ്ട് പോയി കിടക്കുക. അതുപോലെ ഈ മോഹൻ സിംഗിൻ്റെ ഭാര്യയായിരുന്നു നമ്മൾ ഡിവോഴ്സ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇന്ന് വന്നിരിക്കും. ഇന്ന് പിള്ളേർക്കൊക്കെ പഠിത്തമുള്ളത്. അപ്പോൾ ഇവളെന്തോ ഇനി വന്ന് നിൽക്കുവാണ്. ഇവിടെ എന്തോ ചില ആണുങ്ങൾ ഒരുങ്ങി വരുന്ന പോലെ ഇവൾ വന്നേക്കുന്നത്. ആണുങ്ങളുടെ കൂട്ട് ഷർട്ടും ഇതുമെല്ലാം ഇട്ട് അവളിങ്ങനെ മുടിയിൽ എല്ലാം മുടിയൊന്നും താഴോട്ടിടാതെല്ലാം അകത്തോട്ടെല്ലാം ആക്കി വെച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഏതോ കള്ളത്തരത്തിൽ വരിക ഇവൾ. അല്ല ഇവിടെ മോളെ കാണാനാണ് ഇവൾ വൈകിട്ടല്ലേ വരേണ്ടത്. ചൈതന്യാണ് അവിടെ പേര്. നമ്പർ 1 കള്ളികൾ. അവിടെ പടുതി കാണാം എല്ലാം കൂടെ. കണ്ണും എല്ലാം കൂടി ഇങ്ങനെ എന്തുവാ വാരി കറപ്പിച്ച് എഴുതി പറിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നു ഇവൾ. എന്തുവാന്ന് അവൾ ഹെൽമെറ്റുമൊക്കെ വെച്ച് കള്ളത്തരത്തിൽ ആൾമാറാട്ടം നടത്തി നിൽക്കുക. പെണ്ണാണായിട്ട് ഇങ്ങനെ മാറി നിൽക്കുക ഇവൾ. ഗേറ്റിൻ്റെ അവിടെ മാറി ഇന്നിരിക്കുക. രാവിലെ ആയപ്പം കുറേ ഞാൻ വന്ന് നിൽക്കുക. ഇവിടെ മോള് സ്കൂളിൽ പോയില്ലേ ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പം സ്കൂളിൽ പോയ സമയത്ത് ഇവിടെ എന്തോ വരുന്നത് ഇവിടെ മോളെ കാണാനാണെങ്കിൽ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുക പമ്മിക്കെട്ടി. എന്തുവാടാ നോക്കി പോകുന്നത്? എന്തുവാ നീ നോക്കി പോകുന്നത്? നീ ഏതാടാ നോക്കി പോകാൻ? എന്തുവാടാ നോക്കി പോകുന്നത്? നോക്കി പോകുന്നു. ഇവൻ ഏതാന്നാ?
നോക്കി 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 പോന്നു ഒരവൻ. നമ്മൾ കണ്ടോ ഗുരുമന്ദിർ എത്തി. നമ്മുടെ വീടെത്താറായി. Reached my home. Okay, here. We'll open now. Lock and come now. ആർക്കെങ്കിലും തേങ്ങ വേണോന്നറിയുവോ? 230 ഉണ്ട്. 35 രൂപയാ. 35. ഞാൻ വിലയൊക്കെ അറിഞ്ഞിട്ടാണ് വരുന്നത്, മനസ്സിലായോ? കുഞ്ഞു 3 തേങ്ങ എനിക്ക് രഞ്ജു ബേക്കറിയിൽ എല്ലാത്തിനും വിലക്കുറവാണ്. അവിടെ പൊതുവേ വിലക്കുറവാണ്. അവിടെ 75 രൂപയാണ് 1 കിലോ തേങ്ങയ്ക്ക്. മനസ്സിലായി? ഇതെല്ലാം വിലയ്ക്ക് അന്വേഷിച്ചിട്ടാണ് നമ്മൾ വരുന്നത്, ചുമ്മാ അല്ല. വിലയൊക്കെ അന്വേഷിച്ചപ്പം ഒരു തേങ്ങയ്ക്ക് 35 കൂടുതൽ കിട്ടണം. 40 കിട്ടും. നമ്മുടെ വലിയ തേങ്ങയാണ്. 3 അവരുടെ തേങ്ങയെല്ലാം നമ്മൾ കണ്ട്. കുഞ്ഞു തേങ്ങ 3 എണ്ണം തൂങ്ങത്തുള്ളെന്ന് 1 കിലോ കേട്ടോ. നമ്മുടെ ഒരു തേങ്ങ ഏകദേശം 3/4 കിലോയിൽ കൂടുതലുണ്ട്. അല്ല, അന്വേഷിച്ചിട്ടാണ് ഇന്ന് വരുന്നത്, ചുമ്മാ അല്ല. പറ്റിക്കാനും പറിക്കാനും ഒക്കെ ഒത്തിരി പേരുണ്ട് നമ്മളെ. നമ്മുടെ വീട്ടിൽ വന്ന് ഇതാണ് നമ്മുടെ വീട്. നിങ്ങൾക്കെല്ലാം അറിയാം, എപ്പോഴും ഇതാക്കുന്നതാണ്. ഇങ്ങനെ ഓരോ അമ്മമാർ നമ്മൾ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ സ്കൂട്ടറിൽ ഇങ്ങനെ പതിയെ വരിക, ഇവനെന്തോ നമ്മളെ കാണാൻ വരുന്ന പോലെ ഇങ്ങനെ പല പല അഭിനയങ്ങളാണ്. ഏതോ അമരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുമായിരുന്നു. ഇവൻ ഏതാണെന്ന് അറിയത്തില്ല. ഇപ്പോഴും ഇവൻ പുറകിന് വന്നപ്പോഴാണ് ഇവൻ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇവനിങ്ങനെ എന്തോ വിട്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ചോദിച്ചത്, നീ എന്തുവാടാ പതിയെ പെണ്ണുങ്ങളുടെ പുറകിൽ നടക്കുന്നതെന്ന്. അപ്പോൾ അവന് സ്പീഡിൽ പോകുന്നവൻ. അന്നേരം അവനങ്ങ് സ്പീഡിൽ പോകുക. അവന് പുറകിനിങ്ങനെ വരിക. അവൻ ആരാണ്ട് വിളിച്ചിട്ട് വന്ന പോലെ ഏതാണ്ട് തേങ്ങാണ്ട് കേട്ടൊക്കെ ഇടുമ്പൊക്കെ പോലേൻ്റെ കൂട്ടിരിക്കുന്ന കണ്ട് പോലേനൊക്കെ